വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, കിഫ്ബിയെക്കുറിച്ച് എല്ലാവർക്കും നല്ല ധാരണ നേരത്തെയുണ്ട്. ഏതെങ്കിലും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ടെങ്കിൽ ആ വ്യക്തത ഇതിനകം ലഭ്യമായിട്ടുണ്ടാകും എന്നുമാണ് കരുതുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. കിഫ്ബിയുടെ പ്രസക്തി അതാണ് നാം ഗൗരവമായി ആലോചിക്കേണ്ടത്. നമ്മുടെ കേരളം പല കാര്യങ്ങളിലും ഒട്ടേറെ പ്രത്യേകതകളുള്ള നാടാണ്. നേരത്തെ മുതൽ നമുക്കങ്ങനെയൊരു പ്രത്യേകത നേടാൻ കഴിഞ്ഞിരുന്നു. അതിനിടയാക്കിയത് കേരളത്തിൻ്റെ പഴയകാല ചരിത്രമാണ്. ആ ചരിത്രം നമ്മളിടക്ക് ഓർക്കുന്നത് നല്ലതാണ്. ഇന്ന് കാണുന്ന സൗകര്യങ്ങളോ അവസരങ്ങളോ ഒന്നും ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. സമൂഹത്തിലെ വലിയൊരു ഭാഗം ആളുകൾ, ഭൂരിപക്ഷം തന്നെ, അതിൻ്റെ ഭാഗമായി വലിയ പീഡനമാണ് അനുഭവിക്കേണ്ടി വന്നിരുന്നത്. ഒന്ന്, വിദ്യ അഭ്യസിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാലമുണ്ടായിരുന്നു, നമ്മളത് ഓർക്കണം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ കഴിയില്ലായിരുന്നു, പാടില്ലായിരുന്നു. മുട്ടിന് താഴെ എത്തുന്ന മുണ്ടുടുക്കാൻ അവകാശമില്ലായിരുന്നു. സ്ത്രീകൾക്ക് മാറുമറക്കാൻ അവകാശമില്ലായിരുന്നു. അതൊക്കെ അടിച്ചേൽപ്പിക്കപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥയായി നിലനിന്ന ഒരു കാലമുണ്ടായിരുന്നു. വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല. പട്ടിക്ക് നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യർ നടന്നുകൂടാ. അത് കണ്ടാണ് കേരളം സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ ക്ഷുഭിതനായി ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് കേരളത്തെ വിശേഷിപ്പിച്ചത്. ആ വിവേകാനന്ദൻ ആക്ഷേപിച്ച ഭ്രാന്താലയം ഇന്ന് രാജ്യം ആകെ അംഗീകരിക്കുന്ന ഏറ്റവും ഉയർന്ന മാനുഷിക മൂല്യങ്ങൾ നിലനിർത്തുന്ന ഒരു മാനവാലയമായി മാറിയതിന് അതിൻ്റെ പിന്നിലുള്ള ചരിത്രം അതും നമ്മൾ ഓർക്കേണ്ടതാണ്. നവോത്ഥാനത്തിന് അതിൽ വലിയ പങ്കുണ്ട്. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന നാടായി ഈ നാടിനെ മാറ്റാൻ വേണ്ടി നവോത്ഥാന നായകർ നടത്തിയ പ്രവർത്തനം. അതോടൊപ്പം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇനി ആരാധനാലയങ്ങളല്ല,
വിദ്യാലയങ്ങളാണ് നിർമ്മിക്കേണ്ടത് എന്ന് പരസ്യമായി പറഞ്ഞ ശ്രീനാരായണ ഗുരു, അതോടൊപ്പം നാടിൻ്റെ പുരോഗതിക്ക് വ്യാവസായിക സംരംഭങ്ങൾ വരണം എന്ന് ആഹ്വാനം ചെയ്തവർ. വാഗ്ഭടാനന്ദനാണെങ്കിൽ ഇന്ന് കേരളമാകെ വലിയ തോതിൽ അംഗീകരിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിൻ്റെ തുടക്കം കുറിച്ചത് വാഗ്ഭടാനന്ദനായിരുന്നു. പഴയ ചരിത്രത്തിൽ പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ചരിത്രമുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ പോവുകയല്ല. പക്ഷേ അതിൻ്റെയെല്ലാം ഭാഗമായാണ് നാട് മാറി വന്നത്. ഒരു കാര്യം ഓർക്കണം, നവോത്ഥാന പ്രസ്ഥാനം കേരളത്തെക്കാളും ശക്തമായ മറ്റ് സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. ആ സംസ്ഥാനങ്ങളിൽ ജാതീയമായ ഉച്ചനീചത്വവും മറ്റു തരത്തിലുള്ള വേർതിരിവുകളും എല്ലാം ശക്തമായി തുടരുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അതിന് മാറ്റം വന്നിരിക്കുന്നു. അത് നവോത്ഥാനത്തിന് ശരിയായ പിന്തുടർച്ച ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. ദേശീയ പ്രസ്ഥാനവും കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളും കൃത്യമായി ശക്തമായി നവോത്ഥാനം തുടങ്ങിവെച്ച കാര്യങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. സാമുദായികമായ ഉച്ചനീചത്വം അവസാനിപ്പിക്കാൻ നവോത്ഥാനം വലിയ തോതിൽ ശ്രമിച്ചെങ്കിൽ സാമ്പത്തിക രംഗത്തുള്ള ഉച്ചനീചത്വങ്ങളും വേർതിരിവുകളും അവസാനിപ്പിക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഐക്യ കേരളം രൂപം കൊള്ളുന്നത്. ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം 1957 വന്ന ആദ്യത്തെ ഗവൺമെൻറ് നമ്മുടെ കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന വികസനത്തിനാകെ അടിത്തറയിട്ടൊരു ഗവൺമെൻറ്റാണ്. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പിന്നീട് പഠിച്ച സാമൂഹ്യശാസ്ത്രജ്ഞരും സാമ്പത്തിക വിദഗ്ധരുമെല്ലാം ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു: കേരളത്തിന് ഈ രീതിയിൽ അഭിവൃദ്ധി ഉണ്ടായത് ഭൂപരിഷ്കരണ നടപടികൾ കാരണമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗം കേരളത്തിൻ്റെ പ്രത്യേകതയായി അടയാളപ്പെടുത്തുന്നതാണ്. അത് പ്രവാസ ജീവിതം. നമ്മുടെ സഹോദരങ്ങൾ പ്രത്യേകിച്ച് ഗൾഫിലേക്ക് വലിയ തോതിൽ പ്രവാസ ജീവിതം ആരംഭിച്ചപ്പോൾ അന്ന് പോയവർ നാടിൻ്റെ കഞ്ഞികുടി മുട്ടാതിരിക്കാൻ വീട്ടിലേക്ക് അയക്കുന്ന പൈസ സ്വന്തം വീട്ടിലേക്കാണ് അയക്കുന്നതെങ്കിലും നമുക്കറിയാം, പണം അവിടെ മാത്രം നിൽക്കില്ല, അത് സമൂഹത്തിൽ വ്യാപരിക്കും. ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം: പ്രവാസ ജീവിതത്തിൽ വന്ന മാറ്റം. ആദ്യം നമ്മുടെ കേരളത്തിൽ നിന്ന് കഠിനമായ മനുഷ്യാധ്വാനത്തിന് വേണ്ടിയായിരുന്നു ആളുകൾ പോയിരുന്നത്. തോട്ടപ്പണി, കൺസ്ട്രക്ഷൻ രംഗം, അതുപോലുള്ള കാര്യങ്ങൾ. എന്നാൽ കാലം മാറി. ആ മാറ്റത്തിന് 1957 തന്നെ തുടക്കം കുറിച്ചു. അന്ന് ആദ്യത്തെ ഗവൺമെൻറ് സാർവത്രിക വിദ്യാഭ്യാസത്തിന് സൗകര്യമൊരുക്കി. നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകൾ, കുട്ടിക്ക്
പഠിക്കാനുള്ള സൗകര്യം, കൂടുതൽ വിദ്യാലയങ്ങൾ ആരംഭിച്ചത്, വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വന്നു. അതോടൊപ്പം തന്നെ ഉയർന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ഥാപനങ്ങളും വന്നു. നല്ലതുപോലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കാനുതകുന്ന ഫീസ് സൗജന്യം വന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്ക്, അന്ന് പാവപ്പെട്ടവരാണ് അധികവും, ആ കുട്ടി ആഗ്രഹിക്കുന്നിടം വരെ പഠിച്ചുയരാനുള്ള സൗകര്യം കേരളത്തിലുണ്ടായി. ഇതിൻ്റെയെല്ലാം ഭാഗമായി പ്രവാസ ജീവിതത്തിലും മാറ്റം വന്നു. ഇപ്പോൾ നോക്കിയാൽ കഠിനമായ മനുഷ്യാധ്വാനം വേണ്ടിടത്തേക്കല്ല നമ്മുടെ ആളുകൾ പോകുന്നത്. ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും മലയാളിയുണ്ട്. അവിടങ്ങളിലെല്ലാം തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ശാസ്ത്രജ്ഞരായി, വലിയ തോതിലുള്ള അക്കാദമിക് വിദഗ്ധരായി, ഉയർന്ന സാങ്കേതിക വിദഗ്ധരായി എല്ലാം മലയാളികൾ പ്രവർത്തിക്കുകയാണ്. ഈ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റത്തിലൂടെ ഉണ്ടായതാണ്. ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ വലിയ തോതിലുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ലെങ്കിലും നമ്മുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വന്നു എന്നത് രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണ് കേരള മോഡൽ എന്ന വിശേഷണം വന്നത്. പക്ഷേ ആ കേരള മോഡൽ വിശേഷണം നമുക്ക് മറ്റുള്ളവർ ചാർത്തി നൽകുമ്പോൾ തന്നെ നാം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സ്തംഭിച്ചു. ആ സ്തംഭനം കാലാനുസൃതമായ പുരോഗതിയില്ലാത്ത അവസ്ഥയായി. അതിൻ്റെ ഭാഗമായി നമ്മൾ പുറകോട്ട് പോകുന്ന അവസ്ഥ വന്നു. ആ പുറകോട്ട് പോക്ക് നമ്മുടേതുപോലൊരു നാടിന് ഉണ്ടാകേണ്ടതല്ല. എന്തായിരുന്നു പ്രശ്നം? ഇവിടെ നേരത്തെ ശ്രീ കെ എം അബ്രഹാം അവതരിപ്പിക്കുമ്പോൾ പറയുകയുണ്ടായി, ദശാബ്ദങ്ങൾ കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതികളാണ് ഒരു രംഗമെടുത്തുകൊണ്ട് കിഫ്ബിയിലൂടെ ഇപ്പം നടപ്പാക്കിയത് എന്ന്. ഇത് തന്നെയാണ് പ്രശ്നം. നമ്മുടെ സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള കാലാനുസൃതമായ പുരോഗതി ഉണ്ടാകണമായിരുന്നു എല്ലാ രംഗത്തും. പക്ഷേ ആ പുരോഗതി ഉണ്ടായില്ല. കാരണം നമ്മുടെ പരിമിതമായ സാമ്പത്തിക ശേഷി, നമ്മുടെ ഖജനാവിന് അത്രത്തോളം ശേഷിയില്ല. ഏതൊരു ഗവൺമെൻറ്റിനും സാധാരണഗതിയിൽ പദ്ധതികൾ ഏറ്റെടുക്കാനും നടപ്പിലാക്കാനും കഴിയുന്നത് ബജറ്റ് മുഖേനയാണ്. അങ്ങനെ ബജറ്റ് മുഖേന പദ്ധതി ഏറ്റെടുക്കുമ്പോൾ ആവശ്യമായ വിഭവം കയ്യിൽ വേണം. വിഭവശേഷിക്കനുസരിച്ചാണ് അതത് കാലത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആവശ്യങ്ങൾ പലത്. ആവശ്യങ്ങളുടെ വക്കുപോലും തൊടാൻ പറ്റാത്ത തരത്തിലുള്ള പദ്ധതികളാണ് നമ്മൾ അവതരിപ്പിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ അതിപ്രശസ്തമായ രംഗങ്ങൾ, വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം എല്ലാം പുറകോട്ട് പോയി. നമ്മുടെ നാടിൻ്റെ ഗതാഗത രംഗമെടുത്താൽ വല്ലാത്ത ശോചനീയ അവസ്ഥയിലായി. എല്ലാ രംഗങ്ങളിലും നാം പുറകോട്ട്. കാലാനുസൃതമായ പുരോഗതി നേടാനായില്ല. കാലാനുസൃതമായ പുരോഗതി നേടാനായില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോവുകയാണ്. ആ പിന്തള്ളപ്പെട്ടു പോയെടുക്കുന്ന പിന്നെ ഉയർന്നു വരണമെങ്കിൽ വലിയ പ്രയാസമുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ പരക്കെ നിരാശയായി. നാം ഇവിടെ ജീവിക്കുന്ന മലയാളികളുണ്ട്. നമ്മളെ ഒരു നല്ല ഭാഗം നമ്മുടെ നാടിന് പുറത്ത്, രാജ്യത്തിന് പുറത്ത്
ജീവിക്കുന്ന സഹോദരങ്ങളാണ്. അവർ ലോകത്തിൻ്റെ എല്ലാ വികസന കാര്യങ്ങളും നേരിട്ട് അനുഭവിക്കുന്നവരാണ്. അവിടെ കാണുന്ന കാര്യങ്ങൾ, അവർ ജീവിക്കുന്ന സ്ഥലത്ത് കാണുന്ന കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ അവർ താരതമ്യപ്പെടുത്തുന്നു. എല്ലാറ്റിലും നാം പുറകിൽ. അതിൻ്റെ ഭാഗമായി വല്ലാത്ത നിരാശ അവരിൽ മാത്രമല്ല, ഇവിടെ ജീവിക്കുന്ന നമ്മളിലും ഈ നാട് എങ്ങനെയാണ് നന്നാവുക, എങ്ങനെയാണ് പുരോഗതി പ്രാപിക്കുക, എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാവുക എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. ഇതാണ് നമ്മെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്ന കാര്യം. ഇവിടെ നമ്മുടെ നാടിൻ്റെ ഇത്തരം ചിന്തകൾ അല്ലെങ്കിൽ പൊതുവെ ബാധിച്ച നിരാശ, അതിന് ഏത് രീതിയിലാണ് പരിഹാരം കാണാൻ സാധിക്കുക? ഏതൊരു ഗവൺമെൻറ്റും ചിന്തിക്കേണ്ട കാര്യമാണത്. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നാടിൻ്റെ പൊതുവായ ചിന്തയുടെ ഭാഗമായി എങ്ങനെ ഇതിന് മാറ്റം കുറിക്കാനാകും എന്നതാണ് 2016 സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആലോചിച്ച കാര്യം. അപ്പോഴാണ് നേരത്തെ 1999 അന്നത്തെ ഗവൺമെൻറ് കിഫ്ബി എന്ന സംവിധാനം രൂപപ്പെടുത്തിയിരുന്നുവെന്നും നിർഭാഗ്യവശാൽ പിന്നെ അതിൻ്റെ മറ്റു തുറപ്രവർത്തനങ്ങൾ വലിയ തോതിൽ നടത്തിയിട്ടില്ല എന്നും കാണുന്നത്. അപ്പോൾ കിഫ്ബിയെ പുനർജീവിപ്പിച്ചാൽ നമുക്ക് ഒരു സാമ്പത്തിക സ്രോതസ്സാവും. നമ്മുടെ നാടിന് ആവശ്യമായ വിഭവങ്ങൾ, വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഫണ്ട് അതിലൂടെ കണ്ടെത്താനാവും. ഈ ചിന്തയിൽ നിന്നാണ് നമ്മുടെ കേരളത്തിൽ കിഫ്ബിയെ 2016 പുനർജീവിപ്പിക്കുന്നത്. ആ കിഫ്ബി കൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ പരിശോധിച്ചാൽ കാണാൻ കഴിയും, കിഫ്ബിയുടെ പദ്ധതികൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വ്യാപിച്ച് കിടക്കുകയാണ്. ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ നമ്മുടെ നാടിൻ്റെ വികസനത്തിലൂന്നിക്കൊണ്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2016 എല്ലാവരും വല്ലാതെ പ്രയാസപ്പെട്ടിരുന്ന, വേദനിച്ചിരുന്ന ഒരു രംഗമാണ് പൊതുവിദ്യാഭ്യാസ രംഗം. പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ തകർച്ച, അത് സംഭവിക്കാൻ പോവുകയാണല്ലോ എന്ന ചിന്തയാണ് ആളുകളെ വേദനിപ്പിച്ചിരുന്നത്. എന്നാൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് വലിയ തോതിലുള്ള മാറ്റമുണ്ടായി. ഇവിടെ അതിൻ്റെ കണക്കുകൾ അവതരിപ്പിച്ചു. 5000 കോടിയോളം രൂപയാണ് പൊതുവെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിച്ചത്. അതിൽ ഏറിയ കൂറും കിഫ്ബിയാണ് പ്രധാന പങ്ക് വഹിച്ചത്. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ നവീകരിക്കപ്പെട്ടു. ഇതൊന്നും ഒരു കാലത്തും സംഭവിക്കില്ല എന്ന് കരുതിയവരായിരുന്നു നമ്മുടെ നാട്ടുകാർ. പക്ഷേ അവരുടെ മനസ്സ് കുളിരും വിധമാണ് അതത് പ്രദേശങ്ങളിൽ സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കപ്പെട്ടത്. അതോടൊപ്പം ക്ലാസ് റൂമുകൾ പൂർണ്ണമായും സ്മാർട്ട് ക്ലാസ്സുകളായി. ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു. അവർ എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി കഴിഞ്ഞു, എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട്. ഇങ്ങനെയുള്ള മാറ്റം
നമ്മുടെ കേരളത്തിൽ സംഭവിക്കാനിടയായത് കിഫ്ബിയുടെ പങ്കാളിത്തം കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ റോഡുകളുടെ ശോചനീയാവസ്ഥ വല്ലാതെ ആളുകളെ പ്രയാസപ്പെടുത്തുകയാണ്. കേരളം വിട്ട് കേരളത്തിൻ്റെ അതിർത്തിയും കടന്നാൽ നല്ല റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയും ആളുകൾക്ക്. നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യമില്ല. ഇത് ആളുകളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. വലിയ മനോവേദനയോടെ ആ കാര്യങ്ങൾ ഒരു 10 വർഷം മുൻപ് ആളുകൾ പറയുമായിരുന്നു. മാറിയില്ലേ? വലിയ മാറ്റം വന്നില്ലേ? അത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മുടെ റോഡുകൾ, സാധാരണ റോഡുകൾ, PWD റോഡുകൾ നോക്കിയാൽ നല്ല രീതിയിൽ മാറിയില്ലേ? അതിനകത്ത് തന്നെ പാലങ്ങൾ, ഇപ്പോൾ അടുത്ത ദിവസം കേരളത്തിൽ 150 പാലങ്ങളാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കിയത് എന്ന വാർത്തകൾ വന്നു. അപ്പോൾ ഓരോ പാലവും ജനങ്ങൾ വലിയ തോതിൽ ഉത്സവം പോലെയാണ് കൊണ്ടാടുന്നത്. അത്ര കണ്ട് പങ്കാളിത്തത്തോടെയാണ് അതിൻ്റെ പരിപാടികൾ നടക്കുന്നത്. ഇതെല്ലാം നാടാകെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരു വേർതിരിവുമില്ലാതെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നല്ല മാറ്റം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ കുട്ടികൾ, യുവാക്കൾ എല്ലാം കളിച്ചു വളരാൻ ആഗ്രഹിക്കുന്നവരാണ്. കളിച്ചു വളരണമെന്ന് പറഞ്ഞാൽ അതിന് സൗകര്യം വേണ്ടേ? അതിന് കളിക്കളങ്ങൾ വേണ്ടേ? പറ്റിയ സ്റ്റേഡിയങ്ങൾ വേണ്ടേ? അതിപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ കുറവാണല്ലോ. ആ കുറവ് പരിഹരിക്കുന്നതിനും കിഫ്ബിയുടെ ഇടപെടൽ നല്ല നിലക്ക് വരികയാണല്ലോ. വലിയ മാറ്റമല്ലേ ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ ആരോഗ്യരംഗം എത്ര വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യരംഗത്തെ മാറ്റം കിഫ്ബിയല്ലേ പ്രധാന പങ്ക് വഹിച്ചത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നു. നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളൊരുക്കുന്നു. ഓരോന്നിൻ്റെയും കണക്കെടുത്താൽ കിഫ്ബി വഹിച്ച പങ്ക് എത്രയാണ്? വലിയ തോതിലല്ലേ കിഫ്ബി അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുള്ളത്. അതിൻ്റെ കണക്കല്ലേ നേരത്തെ ഇവിടെ അവതരിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി വരുന്ന മാറ്റമോ വലിയ മാറ്റമാണല്ലോ സംഭവിക്കുന്നത്. നമ്മുടെ മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക്, ഇതിനെല്ലാം വലിയ തോതിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ. അതും എവിടം വരെയെത്തി? രാജ്യത്ത് 1ാം സ്ഥാനം എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വാർത്തയല്ല. കാരണം പല കാര്യങ്ങളിലും നമ്മൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. എന്നാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? ലോകത്ത് അമേരിക്കയാണല്ലോ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാജ്യം. ആ സമ്പൽ സമൃദ്ധമായ അമേരിക്കയിൽ ശിശുമരണം 5.6 നമ്മുടെ കേരളത്തിലത് 5. അപ്പോൾ അമേരിക്കയെ കവച്ചു വെക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതല്ലേ നാം നേടിയ നേട്ടം. എത്ര വലിയ മാറ്റമാണത്. ഇപ്പോൾ നേരത്തെ ആരോഗ്യരംഗത്ത് കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ആർദ്രം മിഷനിലൂടെ ഒരു ശ്രമം ഗവൺമെൻറ് നടത്തുകയുണ്ടായി. അതിനാവശ്യമായ ഫണ്ട് കിഫ്ബി നൽകുകയുണ്ടായി. അതിലൂടെ വന്ന മാറ്റം നേരിട്ട് അനുഭവിച്ചവരില്ലേ നമ്മൾ. നമ്മുടെ ലോകത്തെ ഞെട്ടിച്ച കോവിഡ് മഹാമാരി ഇതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ വന്നത്. കോവിഡ് മഹാമാരി വന്നപ്പോൾ ലോകത്തെ വൻകിട രാഷ്ട്രങ്ങളടക്കം അതിൻ്റെ മുന്നിൽ മുട്ടുകുത്തിപ്പോയി. നമ്മളോ കോവിഡിൻ്റെ മൂർധന്യ ദശയിലും നമ്മളൊരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല. അപ്പോഴും നമ്മുടെ ആശുപത്രികളിൽ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. എന്നാൽ പല രാജ്യങ്ങളിലെയും അവസ്ഥ എല്ലാവർക്കും അറിയാലോ. വെന്റിലേറ്റർ ഇല്ലാത്തതും രോഗികൾ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അവരെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം കൊടുത്തതുമൊക്കെയായിട്ടുള്ള
രാജ്യങ്ങളിലെ ലോകത്ത്. ഇതിനെല്ലാം മാറ്റം വന്നത് നമ്മുടെ ഈ ഇടപെടലിൻ്റെ ഭാഗമായിട്ടല്ലേ? കാലം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പുരോഗതി നമുക്ക് നേടാൻ കഴിയുന്നുവെന്നല്ലേ ഇത് കാണിച്ചത്. ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ടാവും, ഒരു സംശയമില്ല. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നേരത്തെ ഡോക്ടർ അബ്രഹാം പറഞ്ഞല്ലോ. ഉന്നത വിദ്യാഭ്യാസ മേഖല നേരത്തെ തന്നെ ഒരിടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. 2021 നമ്മുടെ കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഹബ്ബാക്കി മാറ്റണമെന്ന തീരുമാനത്തോടെ ഇടപെടൽ തുടങ്ങി. മാറ്റം വന്നില്ലേ? ഞാൻ ഓർക്കുകയാണ്, 2016 സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് അന്ന് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർമാരുമായിട്ടൊരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ അവരോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ ആദ്യത്തെ 100-ൽ നമ്മുടെ എത്ര സ്ഥാപനങ്ങളുണ്ട്? കേരളത്തിലെ മറുപടി ഉണ്ടായിരുന്നില്ല. അതവരെ കുറ്റമല്ല, അങ്ങനൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞത് ഈ നിലക്ക് മാറ്റം വരുത്താനാവണം. ഫലപ്രദമായ ഇടപെടൽ അവരുടെ ഭാഗത്തുണ്ടായി. യൂണിവേഴ്സിറ്റികൾ നല്ല ശ്രമം നടത്തി. 2021 സർക്കാർ ഇത്തരമൊരു ലക്ഷ്യത്തോടെ നീങ്ങിയപ്പോൾ അതിനാവശ്യമായ ഫണ്ടുകൾ വലിയ തോതിൽ നൽകാൻ തുടങ്ങി. മാറ്റം വന്നില്ലേ? ഇപ്പോൾ 2 യൂണിവേഴ്സിറ്റികൾ നമ്മുടേത് A++ ഗ്രേഡ് നേടിയിരിക്കുകയാണ്. രാജ്യത്തെ 12 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൽ 3 നമ്മുടേതാണ്, കേരളത്തിലേതാണ്. 9, 10, 11 കേരളയും കൊച്ചിയും ഗാന്ധിയും. ഇനി 50 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ ഒന്നും കൂടി വരും. 43-ാം സ്ഥാനത്ത് കാലിക്കറ്റ് ഉണ്ട്. രാജ്യത്തെ 100 കോളേജുകൾ എടുത്താൽ അതിൽ 16 കേരളത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ മാറ്റമല്ലേ? കാലം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള മാറ്റം ഓരോ രംഗത്തും വരണമല്ലോ. ആ മാറ്റം ഉണ്ടാക്കുന്നതിനാണല്ലോ ഇതുവഴി സാധിച്ചത്. അതിൽ പ്രധാന പങ്ക് കിഫ്ബിക്ക് വഹിക്കാൻ കഴിഞ്ഞല്ലോ. നമ്മുടെ സർക്കാരിൻ്റെ പങ്ക് അതിനോടൊപ്പം ഉണ്ട്. പക്ഷേ സർക്കാരിൻ്റെ പങ്ക് മാത്രമായിരുന്നുവെങ്കിൽ കാലം കുറേ പിടിക്കും. ഇതുകൂടി ചേർത്തപ്പോൾ നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയല്ലേ ഓരോ രംഗവും. ഇപ്പോൾ മികവിൻ്റെ കേന്ദ്രങ്ങൾ, നമ്മുടെ ഭൗതിക മണ്ഡലം ആവശ്യപ്പെടുന്നൊരു കാര്യമാണല്ലോ അത്. നല്ല രീതിയിലുള്ള മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെടുകയല്ലേ, വലിയ തോതിൽ ശ്രദ്ധ ആകർഷിക്കപ്പെടുകയല്ലേ, രാജ്യം ശ്രദ്ധിക്കുകയല്ലേ ഇതൊക്കെ. ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക്, നാം ആരംഭിക്കാൻ പോകുന്ന 3 സയൻസ് പാർക്കുകൾ, ഇവിടെ നേരത്തെ പ്രസ്താവിച്ച IT പാർക്കുകൾ, ഇതിലെല്ലാം പലതിലും കിഫ്ബിയുടെ പണമുണ്ടല്ലോ. വലിയ തോതിലല്ലേ അതിനുള്ള സഹായങ്ങൾ നൽകുന്നത്. നമ്മൾ അടുത്ത കാലത്ത് 2 പദ്ധതികൾ, ഒന്ന് നമ്മുടെ കുട്ടനാടിലെ വെള്ളപ്പൊക്കം വരുമ്പോൾ ചങ്ങനാശ്ശേരി ഭാഗത്തേക്കുള്ള ആ റോഡിൻ്റെ, ആലപ്പുഴയിൽ നിന്നുള്ള റോഡിൻ്റെ അവസ്ഥ, അത് നല്ല രീതിയിൽ പരിഹരിക്കാൻ വേണ്ടിയൊരു ഇടപെടൽ അന്ന് നടത്തുകയുണ്ടായി. ഇപ്പോൾ വയനാട്ടിലേക്കുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് തുരങ്കപാത, ആ തുരങ്കപാത അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. അതിനകത്തും കിഫ്ബിയുടെ പങ്കാളിത്തമുണ്ടല്ലോ. ജനങ്ങളാകെ വലിയ ആവേശത്തിലാണല്ലോ. ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രംഗവും നമുക്ക് നല്ല രീതിയിൽ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് മാത്രമേ ഉള്ളൂ, കാലം ആവശ്യപ്പെടുന്നുണ്ട് ചില മാറ്റങ്ങൾ. നമ്മൾ അതിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ നമ്മളെ കാത്ത് കാലം നിൽക്കില്ല, നമ്മൾ പിറകിലായി പോകും. ഭാവി തലമുറ നമ്മളെ കുറ്റപ്പെടുത്തും. ആ ഭാവി തലമുറക്ക് നമ്മളെ കുറ്റപ്പെടുത്താനാകാത്ത രീതിയിലുള്ള വികസനമാണ് നമ്മളിപ്പോൾ ഇതിലൂടെ നടപ്പാക്കാനായിട്ടുള്ളത്. അതിൽ പ്രധാന പങ്ക് കിഫ്ബിയാണ് വഹിച്ചത്. നല്ല രീതിയിൽ ആ ചുമതല കിഫ്ബിക്ക് നിർവഹിക്കാനായിട്ടുണ്ട്. മറ്റൊട്ടേറെ കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഈ നല്ലൊരവസരത്തിൽ ഞാൻ പോകുന്നില്ല. കാരണം ഇതിനെപ്പറ്റി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്.
പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചിലർ പറഞ്ഞിരുന്നു. ആ വശങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതൊന്നും കേട്ട് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സം വരുത്തുക എന്ന സമീപനം സ്വീകരിക്കാനാവില്ല. എന്തിനാണ് ഗവൺമെൻറ്? അതാണ് നാം ചിന്തിക്കേണ്ടത്. ഗവൺമെൻറ് എന്ന് പറയുന്നത് നാടിൻ്റെ വികസനം ഉറപ്പുവരുത്താനാണ്. ആ വികസനം ഉറപ്പുവരുത്തുന്നതിൽ തടസ്സം നിൽക്കുന്നതിന് അതിൻ്റെ കൂടെ നിൽക്കാനല്ല ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്. എപ്പോഴും വികസന കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് നാടിനെ മുന്നോട്ട് നയിക്കാനാണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് നല്ല മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നവകേരളം എന്നത് നാം ഉദ്ദേശിക്കുന്നത് വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാര തോത് ഉയർത്തുക എന്നതാണ്. അത് സ്വാഭാവികമായും കഴിയും. അതിലേക്ക് നമ്മൾ ഉയരുകയാണ്. അതിനനുസൃതമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങൾ എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം? ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഗുണം വലിയ തോതിൽ ദാരിദ്ര്യം ലഘൂകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. വലിയ മോചനം ദാരിദ്ര്യത്തിന് ലഭിക്കുകയാണ്. ഇപ്പോൾ 2000 രൂപ ഒരു പ്രായമുള്ളയാളുടെ കയ്യിൽ കിട്ടിയാൽ ആ 2000 രൂപയിൽ കുറച്ച് പൈസ സാധാരണഗതിയിലുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്കെല്ലാം ചിലവഴിച്ച് അത്യാവശ്യം ചില കാര്യങ്ങൾ നിർവഹിക്കാൻ ചില്ലറ കാശ് കയ്യിൽ വെക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. ഇത് ആലോചിക്കാൻ കഴിയുന്ന കാര്യമാണോ? അവരെല്ലാറ്റിനും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിഞ്ഞവരല്ലേ. മക്കളെ ആയിരിക്കും, മക്കളെടുത്ത് കാശുണ്ടോ? ഒന്നിനും ഗതിയില്ലല്ലോ. അങ്ങനത്തെ അവസ്ഥയിൽ കഴിഞ്ഞവരല്ലേ. അപ്പോൾ വലിയ തോതിൽ ദാരിദ്ര്യം ലഘൂകരിക്കാൻ ഇതിടയാക്കുന്നു. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ വരുന്ന മറ്റു മാറ്റങ്ങൾ, നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾ ഇന്ന് 35 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് 1000 രൂപ മാസം തോറും ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്നൊരു കാര്യമല്ലല്ലോ. അവരുടെ ചില്ലറ കാര്യങ്ങൾ നിർവഹിക്കാൻ അത് പ്രാപ്തമാകുമല്ലോ. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, ITI കഴിഞ്ഞവർ, നമ്മുടെ പോളിടെക്നിക് കഴിഞ്ഞവർ, ഇവിടെ കേരളത്തിലെ ബിരുദ കോഴ്സുകൾ കഴിഞ്ഞവർ, വിവിധ സ്കിൽ കോഴ്സിന് ചേരാനുള്ളവർ, അതിനെല്ലാം തയ്യാറെടുക്കുന്നവർ, സ്കില്ലിന് ചേർന്നവർ, അവർക്കെല്ലാം മാസം തോറും 1000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി സമൂഹമാകെയാണ് മുന്നോട്ട് പോകുന്നത്. കേരളീയ സമൂഹമാണ് അഭിവൃദ്ധിപ്പെടുന്നത്. കേരളീയ സമൂഹത്തിനാണ് മാറ്റം സംഭവിക്കുന്നത്. ഇതുകൊണ്ടെല്ലാമായോ? ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ കിഫ്ബി നടത്തിയ ഈ പ്രവർത്തനങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തുടരാനാവണം. ഇനിയും കൂടുതൽ കരുത്തുറ്റതാവണം. ഇവിടെ ഡോക്ടർ അബ്രഹാം സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ, കിഫ്ബിയുടെ സാമ്പത്തിക കൺസൾട്ടൻസി ആയിട്ട് വരാൻ പോകുന്ന സ്ഥാപനം വലിയ തോതിൽ നമ്മുടെ നാടിന് ഭാവിയിൽ ഉപകരിക്കുന്നതായിരിക്കുമെന്ന്. അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇതിലൂടെ ഇനിയും നമുക്ക് ചെയ്യാൻ കഴിയും. നാടിൻ്റെ വികസനം വലിയ തോതിൽ ഉറപ്പുവരുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. വികസന കാര്യങ്ങൾ നമുക്ക് പുറകോട്ട് പോകാനാവില്ല. എല്ലാവരും വികസനത്തിൻ്റെ സ്വാദനുഭവിക്കണം. എല്ലാ പ്രദേശവും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം. ഇതാണ് നമ്മുടെ വികസന സ്വപ്നം. കേരളം നടപ്പാക്കുന്ന ആ രീതിയിലാണ്. മറ്റ് ചിലയിടങ്ങളിൽ ചില പ്രദേശങ്ങൾ പ്രത്യേകമായി വികസിച്ചു എന്ന് വരും. ആ വികസിച്ച പ്രദേശങ്ങൾ മാറിയങ്ങ് പോയാൽ പിന്നെ ഒന്നും കാണില്ല. നമ്മുടെ കേരളം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരു വലിയ പട്ടണമായിട്ടാണ് നിൽക്കുന്നത്. എല്ലായിടങ്ങളിലും എല്ലാ സൗകര്യവും ഉണ്ട് എന്നുള്ളതാണ്. എവിടെയും വലിയ വേർതിരിവില്ല. എല്ലായിടങ്ങളിലും വികസനത്തിൻ്റെ സ്പർശമേൽക്കുകയാണ്. എല്ലാവരിലും വികസനത്തിൻ്റെ സ്വാദെത്തണം. അവർ സ്വാദറിയണം. അതിനുതകുന്ന നടപടികളിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്.
അത്തരം കാര്യങ്ങളിലാണ് ഇവിടെ കിഫ്ബിക്ക് വലിയ തോതിൽ സഹായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഇനിയും നമുക്ക് നല്ല രീതിയിൽ സ്വീകരിക്കാനാവണം. നല്ല പിന്തുണ ജനങ്ങൾക്കാകെ ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കാകെ ജനങ്ങളുടെ പിന്തുണ എല്ലാ ഘട്ടത്തിലും ലഭിച്ചിട്ടുണ്ട്. കിഫ്ബിക്കെതിരെ ഇപ്പോൾ ചില ഘട്ടത്തിൽ കിഫ്ബി ഫണ്ടുകൾ വാങ്ങിയതിനെക്കുറിച്ച് ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നല്ലോ. അത് നമ്മൾ കാണുന്നത് എന്താ? ഫണ്ട് വാങ്ങി ഇവിടുത്തെ വികസനത്തിനാണ് ചെലവഴിച്ചത്. ആ ഫണ്ട് കൃത്യമായി ചെലവഴിക്കുകയും തിരിച്ചടക്കുകയും ചെയ്തല്ലോ. നേരത്തെ വിവാദമുയർന്ന മസാല ബോർഡിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു പോവുകയാണല്ലോ. രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും ഉന്നതമായ ധനകാര്യ വിദഗ്ധർ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനമെന്ന നിലക്കാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു തരത്തിലുള്ള ആശങ്കയോ സംശയമോ ഒരു സ്ഥാപനമെന്ന നിലക്ക്, ധനകാര്യ സ്ഥാപനമെന്ന നിലക്ക് ആ സ്ഥാപനത്തെക്കുറിച്ച് ധനകാര്യ രംഗത്തുള്ള വിദഗ്ധരാരും ഇതേവരെ ഉന്നയിച്ചിട്ടില്ല. അത്ര കണ്ട് നല്ല നിലക്ക് ആ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. നാടാകെ ഇതിന് സഹായകരമായ നിലപാടെടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഇനിയും ഉണ്ടാകണം. നമ്മുടെ മുന്നിൽ അസാധ്യം എന്നൊന്നില്ല. കാരണം നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും അസാധ്യമെന്ന് കാണുന്ന ഏതിനെയും അതിജീവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കിയിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനിയും അത് തന്നെ നമുക്ക് നടപ്പാക്കാം. എല്ലാവരും ഒരുമയോടെ ഐക്യത്തോടെ ഇതിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നവകേരള നിർമ്മിതിയുടെ ഏറ്റവും വലിയ ഒരു പങ്കാളിയായി കിഫ്ബിയെ നമുക്ക് കൂടെ കൊണ്ടുപോകാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.